നമസ്കാരം. മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞു കൊടുക്കുവാൻ തയ്യാറാകാത്ത മമതയ്ക്ക് അവസാനം 8ൻ്റെ പണി തന്നെ കിട്ടി. പിടിച്ച കഴുത്ത കുത്തി പുറത്താക്കിയിരിക്കുകയാണ് ബംഗാളിലെ ഗവർണറായ RN രവി. മമത മര്യാദയ്ക്ക് വേണമെങ്കിൽ ഒരു ഭരണഘടന അനുസൃതമായി ഭരണഘടനയെ ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ രാജിവെച്ച് പുറത്തു പോയേനെ. എല്ലാ പിന്തുണകളും നഷ്ടപ്പെട്ട് ഒരു MLA പോലും ഇപ്പോൾ അല്ല മമത. അത്തരത്തിലുള്ള മമതയ്ക്ക് എന്ത് ധാർമ്മികമായ അധികാരമാണ് ഭരണത്തിൽ തുടരുവാനുള്ളത്? എന്ത് ധാർമ്മികം എന്നതിനപ്പുറം ഭരണഘടനാപരമായ എന്തധികാരമാണ് മമതയ്ക്ക് ഇപ്പോൾ ബംഗാളിലുള്ളത്? മമത ഒരു സാധാരണ പൗരൻ മാത്രമാണ്. അത്തരത്തിലുള്ള മമത എന്തിനാണ് വീണ്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? അങ്ങനെയുള്ള മമതയെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ് ബംഗാൾ ഗവർണർ. മമത ഇപ്പോൾ പുറത്തു പോകുമ്പോൾ ബംഗാളിൻ്റെ ഒരു ഏറെക്കാലത്തെ രക്തരൂക്ഷിതമായ ചരിത്രവും പേറിക്കൊണ്ടാണ്. അല്ല, ആ മനുഷ്യരുടെയൊക്കെ രക്തം കുടിച്ചു തീർത്തതിൻ്റെ അഹങ്കാരവും അഹന്തയും കൊണ്ടുകൂടിയാണ് മമത ഇപ്പോൾ പുറത്തു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി മനുഷ്യർ ബലാത്സംഗം ചെയ്യപ്പെട്ടു, നിരവധി മനുഷ്യർ കൊല്ലപ്പെട്ടു, നിരവധി പേരുടെ ജീവിതം അവതാളത്തിലായി, നിരവധി പേരുടെ ബഹുഭൂരിപക്ഷം, അതായത് അവിടുത്തെ ഒരു വലിയ അളവിൽ ഹിന്ദുക്കളുടെ വീട് നഷ്ടപ്പെട്ടു, അവർ തെരുവോരങ്ങളിലായി. അത്തരത്തിലുള്ളൊരു ഏകാധിപതിയുടെ കൂടി അന്ത്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഒരിക്കലും ബംഗാളിന് അത്തരത്തിലുള്ളതായ ഒരു ഗതികേട് ഉണ്ടാകരുതേ എന്നത് മാത്രമായിരിക്കും ഇപ്പോൾ അവിടെ താമസിക്കുന്ന ബംഗാളികളായ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ അഭിപ്രായവും ആഗ്രഹവും. അതിനുവേണ്ടിയാണ് മമതയെ അവർ പുറത്താക്കിയത്. മമതയെ പുറത്താക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഹിന്ദു കൺസോളിഡേഷൻ മാത്രമല്ല നടന്നത്, മറിച്ച് മുസ്ലിങ്ങൾ വളരെയധികമുള്ള 34% മുസ്ലിങ്ങളുള്ള മേഖലകളിൽ കൂടി മമതയെ പുറത്താക്കുവാൻ വേണ്ടി അവർ വോട്ട് ചെയ്യുകയായിരുന്നു. BJP NDAയുടെ സ്ഥാനാർത്ഥികളെയാണ് ആ ഇടങ്ങളിലും അവർ വിജയിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം വിരോധമാണ് മമതയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് കണക്ക് കൂട്ടുവാൻ പോലും സാധിക്കില്ല. അവിടുത്തെ ഒരു ബംഗാളി മുസ്ലിം പറഞ്ഞതാണ്, തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മമത യഥാർത്ഥത്തിൽ അവിടുത്തെ മുസ്ലിങ്ങളെ ഹിന്ദുക്കൾക്കെതിരായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. അതെ, കഴിഞ്ഞ 15 വർഷത്തിലേറെ കാലമായിട്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ, ബംഗ്ലാദേശിലെ ഭീകരവാദ സംഘടനയായ ജമാഅത്തുൽ മുജാഹിദിൻ്റെ പിന്തുണയോടുകൂടി അവിടുത്തെ നുഴഞ്ഞുകയറ്റക്കാരെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം മമത അധികാരം പിടിച്ചടക്കുവാനും അല്ലെങ്കിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുവാനും നിരവധിയായിട്ടുള്ള അക്രമ പരമ്പരകൾ തന്നെ നടത്തി. ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ, കൊടും ഭീകരവാദിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നൽകി. അയാൾ ജയിലിലാകുന്നത് പോലും നീണ്ട നാളത്തെ പ്രക്ഷോഭത്തിനൊടുവിൽ മാത്രമാണ്. മമത ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ മമതയെ വിടാൻ അവിടുത്തെ ജനം തയ്യാറായില്ല, അവിടുത്തെ BJP തയ്യാറായില്ല, NDA തയ്യാറായില്ല. ഓരോ സംസ്ഥാനങ്ങളിൽ എന്നതുപോലെ തന്നെ BJPക്ക് എടുത്തുയർത്തി മുന്നിലേക്ക് നോക്കി പറയാൻ അല്ലെങ്കിൽ മുൻപിൽ വെച്ച് പറയുവാൻ ഒരു നേതാവ് കൂടി അവിടെ ഉണ്ടായി. സുവേന്ദു അധികാരി ആദ്യം മമതയോടൊപ്പമായിരുന്നു. പക്ഷേ യഥാർത്ഥ ധാർമ്മികമായിട്ടുള്ള അല്ലെങ്കിൽ ഭാരതീയ സംസ്കൃതിയും ഭാരതീയ ജനതയ്ക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബംഗാളി ദേശീയതയ്ക്ക് വേണ്ടിയിട്ട്, ബംഗാളി എന്ന് പറഞ്ഞാൽ കേവലം ഒരു നാരോ പൊളിറ്റിക്സ്, വളരെ സങ്കുചിതമായ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരല്ല. 1857 കലാപത്തിന് സമയത്ത്, ആ കലാപത്തിന് ശേഷം ബംഗാളിനെ അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ പറഞ്ഞത് ഇവർ ധീരന്മാരുടെ നാടല്ല, ബംഗാൾ എന്നത് ധീരന്മാരുടെ നാടല്ല എന്നാണ്. അങ്ങനെ പറയുവാൻ പ്രധാനമായും കാരണം എന്നത് ബംഗാളികൾ അന്നത്തെ ബ്രിട്ടീഷ് പട്ടാളത്തിനൊപ്പം നിന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർ അത്യധികം വളരെ വലിയ രീതിയിലുള്ള ദേശാഭിമാനികളാണ്. ഒരുപക്ഷെ ഭാരതത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെക്കാൾ വലിയ ദേശാഭിമാന ബോധമുള്ളവരാണ് ബംഗാളികൾ. അതുകൊണ്ട് തന്നെ ആ ബംഗ്ലാദേശീയതയ്ക്ക് വേണ്ടിയിട്ട്, ഭാരതത്തിൻ്റെ ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് അവർ വോട്ട് ചെയ്യുകയായിരുന്നു. സങ്കുചിതമായിട്ടുള്ള വാദങ്ങളും പ്രാദേശികവാദങ്ങളും റീജിയണൽ പൊളിറ്റിക്സും ഒക്കെ നിറഞ്ഞു നിന്ന ബംഗാളിന് ഒരു മോചനം ലഭിച്ചിരിക്കുകയാണ്. അത് അവിടുത്തെ ഹിന്ദുവിൻ്റെ മോചനമാണ്, ഭാരതീയതയുടെ മോചനമാണ്. മമത പുറത്താകുമ്പോൾ അവർ നേരെ അവരുടെ രക്തത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അനി ബെസൻ്റ് നയിച്ച, സ്വാമി വിവേകാനന്ദൻ നയിച്ച, അരവിന്ദ ഘോഷ് പറഞ്ഞു മനസ്സിലാക്കിയ രാമകൃഷ്ണദേവൻ്റെ അതേ ആശയത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി പാടിയ അതേ വന്ദേ മാതരത്തിൻ്റെ താളത്തിൽ അവർ വീണ്ടും രാജ്യത്തിനൊപ്പം സഞ്ചരിക്കുവാൻ കൂടി തുടങ്ങുകയാണ്.
രാജ്യത്തിനൊപ്പം, ഈ രാജ്യത്തിൻ്റെ തീരുമാനങ്ങൾക്കൊപ്പം, രാജ്യ താത്പര്യങ്ങൾക്കൊപ്പം ആ മനുഷ്യർ കൂടി നടന്നു നീങ്ങുകയാണ്. ഭാരതത്തിൻ്റെ ഹൃദയത്തിലേക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മമത പുറത്താകുമ്പോൾ പ്രാദേശിക രാഷ്ട്രീയവാദത്തിൻ്റെ, സങ്കുചിതവാദത്തിൻ്റെ ഒരു അധ്യായം കൂടിയാണ് അവിടെ അവസാനിക്കുന്നത്. ഇന്ന് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ, അതായത് സുവേന്ദു അധികാരിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരവതാനി ഒരുക്കിക്കൊടുത്ത, തന്ത്രങ്ങൾ മെനഞ്ഞ ചന്ദ്രനാഥിൻ്റെ മരണത്തിന് കൂടി കാരണക്കാരിയായിട്ടാണ് മമത പുറത്തു പോകുന്നത്. അത് കേവലം ഒരു കൊലപാതകമല്ല. മമതയോ അല്ലെങ്കിൽ TMCയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയെടുത്ത ഒരു കൊലപാതകം തന്നെയാണ്. ഈ കൊലപാതകത്തിൽ മമതയ്ക്ക് കൈയൊഴിയുവാൻ സാധിക്കില്ല. ഒരുപക്ഷേ മമത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏറ്റവും ഒടുവിൽ ഭരണത്തിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ ഇനി മമതയുടെ ശിഷ്ടകാലം ജയിലിലാകാനുള്ള എല്ലാ സാധ്യതകളും വച്ചിട്ടാണ് മമത ഇപ്പോൾ പുറത്തു പോകുന്നത്. ഒരു ഏകാധിപതിയുടെ അന്ത്യം. ഇത് മമതയ്ക്ക് മാത്രമല്ല, സ്റ്റാലിനും പിണറായിക്കും ഒക്കെ സംഭവിച്ചതും ഇതുതന്നെയാണ്. ഏകാധിപതികൾ ഭാരതത്തിൽ അധിക നാൾ വാഴില്ല. ഇത് ജനാധിപത്യത്തിൻ്റെ മണ്ണാണ്. ഭാരതത്തിൻ്റെ നീണ്ട കാലത്തെ ചരിത്രം പരിശോധിച്ചാലും അത് മനസ്സിലാകും. ഇവിടെ വിഷവിത്തെറിഞ്ഞ ആരും തന്നെ അധിക നാൾ ഇവിടെ ഉണ്ടാകില്ല. അത് ആരായാലും അതെല്ലാം തന്നെ തകർക്കപ്പെടും. പുതിയൊരു ഭരണം വരും. ജനത്തിനൊപ്പം നിൽക്കുന്ന, ജനത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ, സർവ്വ മംഗളങ്ങളും വരുത്തുന്ന ജനാധിപത്യത്തിൻ്റെ ധാർമ്മികതയുടെ ഒരു ഭരണം. അതാണ് ഭാരതത്തിൻ്റെ ചരിത്രം. അതുകൊണ്ട് തന്നെയാണ് മമതയും ഇപ്പോൾ പുറത്തു പോകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.